യൂറിക് ആസിഡ് തുടർച്ചയായി കൂടി നിന്ന് കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന്, യൂറേറ്റ് ക്രിസ്റ്റലുകൾ സന്ധിയിൽ അടിയുന്നു, സന്ധിയെ അത് ബാധിക്കുന്നു. രണ്ട്, വൃക്കകളിൽ യൂറിക് ആസിഡിൻ്റെ കല്ലുകൾ ഉണ്ടാകുന്നു. വൃക്കകളിൽ യൂറിക് ആസിഡിൻ്റെ കല്ലുകൾ എങ്ങനെ ഉണ്ടാകുന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സന്ധികളിൽ എങ്ങനെയാണ് യൂറേറ്റ് ക്രിസ്റ്റലുകൾ വന്ന് അടിഞ്ഞ് സന്ധികളെ ബാധിക്കുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം. സന്ധികൾ 3 തരമുണ്ട്. അതിലൊന്നാണ് സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. 2 അസ്ഥികൾ തമ്മിൽ ചേരുന്നു. അവർ ചേരുന്നയിടത്ത് അസ്ഥികൾ ഉരസാതിരിക്കാൻ വേണ്ടി 2 അസ്ഥികളുടെയും അഗ്രഭാഗത്ത് കാർട്ടിലേജസ് ഉണ്ടാകുന്നു. ഇവരെ പൊതിഞ്ഞുകൊണ്ട് ഒരു ആവരണമുണ്ട്, സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നു. ഈ മെംബ്രെയിൻ്റെ ഉൾഭാഗത്ത് കട്ടിയുള്ള ഒരു ദ്രാവകമുണ്ട്. പച്ച മുട്ടയുടെ വെള്ള എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. ആ ദ്രാവകത്തിനാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുക. ഇതിന് മൊത്തത്തിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു ക്യാപ്സ്യൂളുണ്ട്, ജോയിൻ്റ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നു. ഇവിടെ അസ്ഥിക്കും ആ സൈനോവിയൽ മെംബ്രെയിനും മാത്രമേ രക്തസഞ്ചാരമുള്ളൂ. ബാക്കി ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന സകല കാര്യങ്ങൾക്കും ഈ ജോയിൻ്റ് ക്യാപ്സ്യൂളിനും രക്തസഞ്ചാരം ഇല്ല. ഇനി രക്തത്തിൽ അലിഞ്ഞ യൂറേറ്റ്സുകൾ സൈനോവിയൽ മെംബ്രെയിനിലെ ചെറിയ ചെറിയ രക്തക്കുഴൽ വഴി ഇത് സൈനോവിയൽ ഫ്ലൂയിഡിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് ഇറങ്ങുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? സൈനോവിയൽ ഫ്ലൂയിഡിൽ യൂറേറ്റ്സ് അലിഞ്ഞു കിടക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. രക്തത്തിൽ യൂറിക് ആസിഡ് ഗണ്യമായി കൂടിക്കഴിഞ്ഞാൽ സിനോവിയൽ ഫ്ലൂയിഡിലും അതുപോലെ തന്നെ യൂറേറ്റ്സിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? യൂറേറ്റ്സ് കൊണ്ട് സൈനോവിയൽ ഫ്ലൂയിഡ് കംപ്ലീറ്റ് ആയിട്ട് സാച്ചുറേറ്റ് ആയി കഴിഞ്ഞു. ഇനി അധികം വരുന്ന യൂറേറ്റ്സിനെ അലിയിപ്പിക്കാൻ സൈനോവിയൽ ഫ്ലൂയിഡിന് കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ ഈ അധികം വന്ന യൂറേറ്റ്സ് എല്ലാം തന്നെ കെട്ടിക്കിടക്കാൻ തുടങ്ങും. കെട്ടിക്കിടക്കുന്നു എന്ന് വിചാരിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ ടെമ്പറേച്ചർ താന്നാൽ, ആ സന്ധികളിൽ ടെമ്പറേച്ചർ താഴുകയോ അല്ലെങ്കിൽ തണുപ്പ് കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ അധികം വന്ന യൂറേറ്റ്സുകൾ, കെട്ടിക്കിടക്കുന്ന യൂറേറ്റ്സുകൾ പതുക്കെ തരികളാവാൻ തുടങ്ങുന്നു. ക്രിസ്റ്റലൈസേഷൻ ആരംഭിക്കുന്നു. തരികളാകുന്നു എന്ന് വിചാരിച്ചും പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിഷയം, ഈ തരികൾ നേരെ കാർട്ടിലേജിൽ പോയി പറ്റിപ്പിടിക്കുന്നു. ഇപ്പോഴാണ് പ്രശ്നം. പറ്റിപ്പിടിക്കുമ്പോൾ കാർട്ടിലേജുകൾ കാലക്രമേണ പതുക്കെ ഷെഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. ഉടനെ തന്നെ തൊട്ടടുത്ത ലോക്കൽ പോലീസായ മാക്രോഫേജസ് അവിടെ എത്തുന്നു. അവിടെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഉടനെ തന്നെ അധികം രക്തം ആ ഭാഗത്തേക്ക് വരുന്നു. അവിടെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാകുന്നു. അവിടെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇതിനെയാണ് നീർവീക്കെന്നോ നീർക്കെട്ടെന്നോ ഒക്കെ പറയുന്നത്. ഇതാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഈ സന്ധികളിൽ ഇനി ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങും. തൊലിപ്പുറത്ത് ചുമന്ന നിറം കാണാൻ തുടങ്ങും. തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടും. തൊടുമ്പോൾ തന്നെ അതിഭയങ്കരമായ വേദനയുണ്ടാവും. നീരും വെക്കും. ഈ വേദനയാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുന്നത്. ഈ സന്ധിയുടെ അവസ്ഥയാണ് നമ്മൾ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. കൂടുതൽ യൂറിക് ആസിഡിൻ്റെ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.